ഹലോ ഗൈസ്, നമ്മുടെ കുഞ്ഞു കല്യാണിക്കുണ്ടായ ദാരുണ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ കുഞ്ഞുമക്കളും വീടുകളിൽ സേഫ് ആണോ ഇല്ലേന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിനുള്ള മുൻകരുതലുകൾ നിങ്ങൾ എടുത്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും നിങ്ങൾ അതുപോലെ ഫോളോ ചെയ്യുകയും ചെയ്യുക. നമ്മുടെ കൂടെ ഉള്ളവരായിരിക്കും കുറ്റവാളികൾ. നമ്മളത് തിരിച്ചറിയില്ല. കാരണം ക്രിമിനൽ മൈൻഡുള്ളവരെ തിരിച്ചറിയണത് അവർ കുറ്റവാളിയെന്ന് തെളിയുന്ന സമയത്ത്. അതുവരെ അവരുടെ ക്രിമിനൽ മൈൻഡ് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അതിനുവേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ആദ്യത്തെ കാര്യം, കുഞ്ഞുങ്ങൾ എപ്പോഴും ഉറങ്ങുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ആയിരിക്കും ഉറങ്ങേണ്ടത്. അല്ലാതെ അച്ഛൻ്റെ കൂടെയോ അമ്മയുടെ കൂടെയോ സെപ്പറേറ്റ് ആയിട്ട് കിടത്തി ഉറക്കാനേ പാടില്ല. കാരണം ഇപ്പോൾ കുറ്റവാളി അമ്മയോ അച്ഛനോ ആര് വേണോ ആകാം. അതുകൊണ്ട് എപ്പോഴും പാരൻസിൻ്റെ കൂടെ, രണ്ടുപേരുടെയും കൂടെ മാത്രമേ കുഞ്ഞിനെ കിടത്തി ഉറക്കാവൂ. സെക്കൻഡ് വൺ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കുഞ്ഞുങ്ങളെ തൻ്റെ പ്രൈവറ്റ് പാർട്സിൽ മറ്റുള്ളവർ പിടിക്കുകയോ ഏതെങ്കിലും വസ്തുക്കൾ കൊണ്ട് തൊടുകയോ ചെയ്യുന്നെങ്കിൽ അത് പാരൻസിൻ്റെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കണം. തേർഡ് വൺ എന്ന് പറയുന്നത്, അച്ഛൻ്റെ അമ്മയുടെയും കൂടെ അല്ലാതെ മറ്റു ആൾക്കാരുമായി കുഞ്ഞിനെ ഉറങ്ങാൻ സമ്മതിക്കരുത്. നമ്മുടെ കൂടെ ചുറ്റിനും സൗഹൃദം നടിച്ച് സ്നേഹം നടിച്ച് നിൽക്കുന്ന ആൾക്കാരിൽ പലരുമായിരിക്കും ക്രിമിനൽ മൈൻഡുള്ളവർ. അതുകൊണ്ട് തന്നെ അവരെ തിരിച്ചറിയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഏത് സമയവും അച്ഛൻ്റെ അമ്മയുടെയോ ആരെങ്കിലും ഒരു ശ്രദ്ധ എപ്പോഴും കുഞ്ഞിൻ്റെ കൂടെ കാണണം. അതുമാത്രമല്ല, കുഞ്ഞുങ്ങളുടെ പ്രൈവറ്റ് പാർട്സിൽ എന്തെങ്കിലും വ്യത്യാസമോ മുറിവോ ഉണ്ടോ എന്ന് അമ്മ ശ്രദ്ധിക്കേണ്ടതാണ്. കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോഴും നഴ്സറി കഴിഞ്ഞ് വരുമ്പോഴും ഒക്കെ കുഞ്ഞുങ്ങളുടെ പ്രൈവറ്റ് പാർട്സ് കാരണം പറയാൻ കഴിയാവുന്ന കുഞ്ഞുങ്ങൾക്ക് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് അത് നല്ലപോലെ ഷെയർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത കുഞ്ഞുങ്ങളെ പ്രൈവറ്റ് പാർട്സ് ചെക്ക് ചെയ്യേണ്ടതാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ കുഞ്ഞുങ്ങൾ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിലോ കുഞ്ഞുങ്ങൾക്ക് തളർച്ചയോ വയറുവേദനയോ യൂറിനറി ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതാണ്. ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ ഇല്ലാതെയാണ് ഇപ്പോൾ ഇതുപോലുള്ള ക്രൂര സംഭവങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. കുഞ്ഞുങ്ങളെ ഗുഡ് ടച്ചും ബാഡ് ടച്ചും പറഞ്ഞ് മനസ്സിലാക്കുക. ഡെയിലി കുഞ്ഞുങ്ങളുടെ അടുത്ത് ഈ കാര്യം റിപ്പീറ്റ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക. കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അത് ക്ലിയറായിട്ട് തറയ്ക്കുന്നത് വരെ നിങ്ങൾ ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചും പറഞ്ഞുകൊണ്ടേയിരിക്കുക. നഴ്സറിയിൽ പോകുന്നതോ സ്കൂളിൽ പോകുന്നതോ ആയ കുട്ടികളടുത്ത് ഡെയിലി ഒരു അരമണിക്കൂറെങ്കിലും ഡെയിലി നടന്ന സംഭവങ്ങൾ പാരൻസ് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അവിടെ എന്തൊക്കെയാണ് സംഭവങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ നടന്നു. അതിനിടയിൽ എന്തായാലും കുഞ്ഞുങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ പറയാതിരിക്കില്ല. അവരെന്തായാലും അത് പറഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികളുടെ അടുത്ത് ഡെയിലി കുട്ടികളുമായിട്ട് കുറച്ച് നേരം അവരുടെ ഡെയിലി ലൈഫിനെ കുറിച്ച് ചോദിച്ചറിയുക. ചിലപ്പോൾ പാരൻസ് തന്നെയായിരിക്കും കുട്ടിയുടെ ഏറ്റവും വലിയ ശത്രു. അപ്പം ഹസ്ബൻഡായിരുന്നാലും വൈഫായിരുന്നാലും അവർ ഇൻഡിപെൻഡൻ്റായിട്ട് നിന്ന് വേണം കുട്ടിയുടെ കാര്യങ്ങൾ കെയർ ചെയ്യേണ്ടത്. കാരണമെന്ന് വെച്ചാൽ അമ്മയ്ക്ക് എപ്പോഴെങ്കിലും കുഞ്ഞിൻ്റെ അടുത്ത് ദേഷ്യമുള്ളതായിട്ടോ അമ്മ ഉപദ്രവിക്കുന്നതായിട്ടോ അച്ഛന് തോന്നുന്നുണ്ടെങ്കിൽ അച്ഛൻ അത് ശ്രദ്ധിക്കുകയും അവരുടെ ആ മൈൻഡ് മാറ്റിയെടുക്കാനും ശ്രമിക്കണം. അതുപോലെ തന്നെ അമ്മയ്ക്ക് അച്ഛൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം കുഞ്ഞിനടുത്ത് കാണിക്കണമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതും അമ്മ പറഞ്ഞ് ക്ലിയർ ചെയ്യേണ്ടതാണ്. കൂടുതൽ ശ്രദ്ധ എങ്കിൽ അങ്ങോട്ട് അച്ഛനുമായിട്ട് കുഞ്ഞിരിക്കുന്ന സമയത്തും അമ്മയായിട്ട് കുഞ്ഞിരിക്കുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ള പാരൻസിലേക്ക് എത്തിക്കാൻ കരുതി മാക്സിമം ഷെയർ ചെയ്യുകയും നമ്മുടെ കുഞ്ഞുമക്കളെ സേഫാക്കി വയ്ക്കുകയും ചെയ്യേണ്ടതാണ്. ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരാതിരിക്കാനായിട്ട് നമ്മളെപ്പോഴും നമ്മുടെ മക്കളെ ശ്രദ്ധിക്കുക.